നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റീച്ച് കൂട്ടിക്കൊണ്ട് വന്ന് നല്ല ഹൈ ക്വാളിറ്റി റിയൽ മലയാളി ഫോളോവേഴ്സിനെ എങ്ങനെ കൂട്ടാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് കുറേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ റീച്ച് ആവണമെന്ന് ആഗ്രഹമുള്ള ആളാണ്, നല്ല ലൈക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇനി വരുന്ന 30 ദിവസം ഏറ്റവും കുറഞ്ഞത് 30 ദിവസമെങ്കിലും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ വീഡിയോ കണ്ട് മുഴുവൻ കാര്യങ്ങളും കറക്റ്റായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പ് തരാം, നമ്മുടെ അക്കൗണ്ടിൽ കുറേ മാറ്റങ്ങൾ, അതായത് ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങും. വീഡിയോ പറയുന്ന 3-ാമത്തെ 4-ാമത്തെ പോയിന്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ കണ്ടന്റിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, റീൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മുടെ കണ്ടന്റിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ നമുക്കുള്ള ഗാഡ്ജറ്റ് വെച്ചിട്ട്, അതായത് നമുക്കുള്ള ഫോണ്, നമുക്കുള്ള ക്യാമറ, അത് നമ്മൾ പ്രത്യേകിച്ച് മാറ്റാനൊന്നും അല്ല പറയുന്നത്. ആ ഉള്ളത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്ത് അതിൽ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമ്മൾ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ എടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഐഫോൺ ഉണ്ടായാലും നമ്മൾ ആ ഐഫോൺ വെറുതെ നമ്മൾ യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി മൊത്തമായിട്ട് എത്തൂല. അപ്പം ആ ഫോൺ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ സാംസങ് ആയിക്കോട്ടെ, റെഡ്മി ആയിക്കോട്ടെ, അതിന് പറ്റുന്ന മാക്സിമം ക്വാളിറ്റിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത്, റെൻഡർ ചെയ്ത്, എക്സ്പോർട്ട് ചെയ്ത് എടുത്ത് നമ്മളൊന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. നമ്മുടെ രണ്ടാമത്തെ പോയിന്റാണ് കണ്ടന്റ് സെലക്ഷൻ ആൻഡ് കൺസിസ്റ്റൻസി. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പറയും നമുക്ക് റീച്ച് ഇല്ല, ഫോളോവേഴ്സ് ഇല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നേക്കാം. പക്ഷെ നമ്മൾ അവിടെ ചിന്തിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പലർക്കും അറിയില്ല നമ്മുടെ കണ്ടന്റ് എന്താണെന്നുള്ളത്. നമ്മൾ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോട്ടോസ് ഇടുന്നു, അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് ഇടുന്നു, സാധാരണ നമ്മുടെ ലൈഫ്, നമ്മൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഇടുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വൈറലാവാനും ഫോളോവേഴ്സ് വരാനും നമുക്കൊരു 10-20% ചാൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് കൃത്യമായിട്ടൊരു കണ്ടന്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമുക്കൊരു കുക്കിംഗ് ചാനലുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഫാഷൻ പേജാണ്, അല്ലെങ്കിൽ നമുക്കൊരു അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അതും കൺസിസ്റ്റൻ്റ് ആയിട്ടും കൂടിയാണെങ്കിൽ ഞാൻ പറയുന്നു 30 ദിവസം നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ വീഡിയോൻ്റെ ക്വാളിറ്റി കൂട്ടി, അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൃത്യമായിട്ടൊരു കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്ത് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇടുന്നതിന് പകരം നമ്മൾ ഇന്ന കണ്ടന്റ് ആണ് ചെയ്യുന്നത് എന്നോർത്ത് നമ്മൾ കറക്റ്റായിട്ടൊരു കണ്ടന്റ് സെലക്ട് ചെയ്ത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും, നമ്മൾ ഇനി വരുന്ന ഈ 30 ദിവസം കറക്റ്റായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൃത്യമായിട്ട് കണ്ടന്റുകൾ, ഒരേ കണ്ടന്റിൽ നിങ്ങൾ വീഡിയോ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതും ഹൈ ക്വാളിറ്റിയിൽ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ആദ്യത്തെ 2 പോയിന്റ് വെച്ചാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ വലിയൊരു മാറ്റം വരാൻ തുടങ്ങും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുക. നമ്മുടെ 3-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഗേജ് ചെയ്യുക. അതായത് നമ്മുടെ വേറെ ആൾക്കാരുമായിട്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളെപ്പോലെ തന്നെ വേറെ ആൾക്കാരുമായിട്ട്, ഇപ്പോൾ മലയാളീസ് ആണെങ്കിൽ മലയാളീസായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുക, അവരെ നമുക്ക് ലൈക്ക് അടിക്കുക, അവരുടെ പോസ്റ്റുകൾക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക. അതിന് നമ്മളെ സഹായിക്കുന്ന, അതായത് ഫോളോവേഴ്സിനെ കിട്ടാനും മറ്റുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കാനും ഓഡിയൻസ് ഉള്ള പേജാണ്, നമ്മുടെ തന്നെ പേജാണ് ടീം ഹാഷ് എന്ന് പറഞ്ഞാൽ. ഈ ടീം ഹാഷ് എന്ന് പറഞ്ഞ പേജിലേക്ക് വരിക. ഇതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, നമ്മൾ മറ്റുള്ളവരായിട്ട് എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈക്കും കമൻറ്റുകളും ഫോളോയൊക്കെ കൊടുക്കുമ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ഫോളോവേഴ്സിനെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടീം ഹാഷ് എന്ന് പറഞ്ഞ പേജിലേക്ക് വരിക. ടീം ഹാഷിനെ ജസ്റ്റ് ഫോളോ ചെയ്യുന്നവരാണ് അൺഫോളോ ചെയ്തിട്ട് ഒന്നുകൂടി ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഫോളോ ചെയ്യുക. അതിനുശേഷം ഫോളോവേഴ്സ് ലിസ്റ്റിലേക്ക് പോവുക. ഫോളോവേഴ്സ് ലിസ്റ്റിൽ പോയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ എൻഗേജ് ചെയ്യണമെന്ന്. ഒരു 10 പേരെ, അവിടെ മേലെ കാണുന്ന ഒരു 10 പേരെ, ആദ്യം കാണുന്ന ഒരു 10 പേരെ നേരെ കയറി നമ്മൾ ഫോളോ കൊടുക്കുക. ഈ 10 പേരുടെ അക്കൗണ്ടിലേക്ക് തന്നെ നമ്മൾ വരിക. ഈ 10 പേരുടെ അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം, അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ കാര്യത്തിൻ്റെ അവസാനമായിരിക്കും നമ്മൾ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് പറയുക. ഈ 3-ാമത്തെ പോയിന്റ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ആദ്യം തന്നെ 10 പേരെ നമ്മൾ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം 10 പേരെ ഫോളോ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റിന് ഒരു ലൈക്ക് കൊടുക്കുക. കമൻ്റ് ആയിട്ട് നമ്മൾ #FBK എന്ന് ജസ്റ്റ് കമൻറ്റ് ഇടുക. അപ്പോൾ ഈ #FBK നമുക്ക് കമൻറ്റ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലായിക്കോളുക നമ്മുടെ ഈ ടീം ഹാഷിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും നമ്മളും ഇതേപോലെ തന്നെ ടീം ഹാഷിനെ ഫോളോ ചെയ്ത് വെക്കുന്നുണ്ട്, ഫോളോവേഴ്സ് ലിസ്റ്റിൽ നിന്ന് വന്നതാണെന്നും. എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈക്ക് കൊടുത്തു, അതേപോലെ തന്നെ ഫോളോ കൊടുത്തു, കമൻറ്റ് കൊടുത്തു. ഇതെല്ലാം ഒരു അക്കൗണ്ടിലായിരിക്കണം. അതായത് 10 അക്കൗണ്ടിലും നമ്മൾ ഫോളോ കൊടുക്കുക, ലൈക്ക് കൊടുക്കുക, കമൻറ്റ് കൊടുക്കുക. അല്ലാണ്ട് 10 അക്കൗണ്ടിൽ ലൈക്കും വേറെ 10 അക്കൗണ്ടിൽ ഫോളോവേഴ്സും വേറെ 10 അക്കൗണ്ടിൽ കമൻറ്റ് വിടരുത്. ചെയ്യുന്നതെല്ലാം നമ്മൾ ഒരു അക്കൗണ്ടിലാണെങ്കിൽ ഫോളോ കൊടുക്കുന്ന ആ അക്കൗണ്ടിൽ തന്നെ ലൈക്കും കമൻറ്റ് വിടുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, വൈകുന്നേരം ഒരു 5 മണി to 7 മണീൻ്റെ ഇടയ്ക്ക് നമ്മളിത് ചെയ്യുക. എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് ഈ സമയത്ത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എൻഗേജ് ചെയ്ത് നിൽക്കാൻ പറ്റും, നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 4-ാമത്തെ പോയിന്റാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ
അനലിറ്റിക്സ് നമ്മൾ യൂസ് ചെയ്ത്, അതായത് നമ്മുടെ അക്കൗണ്ട് അനലിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ പോസ്റ്റുകൾ ഇടുക, അതിൻ്റെ ടൈം നോക്കിയിട്ട് നമ്മൾ പോസ്റ്റുകൾ ഇടുക. അപ്പോൾ ഈ അനലിറ്റിക്സ് എനേബിൾ ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒന്നല്ലേ നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് ആയിരിക്കണം, അതായത് ക്രിയേറ്റർ അക്കൗണ്ട്, അല്ലെങ്കിൽ ബിസിനസ് അക്കൗണ്ട് ആയിരിക്കണം. ഏതെങ്കിലും ഒന്നാക്കി നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻസൈറ്റ്, ഡാഷ്ബോർഡ് അങ്ങനെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് വരും. നമ്മളിപ്പോൾ ഇൻസൈറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എത്ര പേരിലേക്ക് റീച്ച് എത്തി, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പ്രീവിയസ് പോസ്റ്റുകളുടെ റീച്ച്, അതേപോലെ എന്ത് കണ്ടന്റ് ഇടുമ്പോഴാണ് നമുക്ക് റീച്ച് കൂടുന്നത്, അതേപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ടൈമിൽ നമ്മുടെ ഫോളോവേഴ്സ് ആക്റ്റീവാണ്, ഇതൊക്കെ നമുക്ക് ഈ ഡാഷ്ബോർഡും അല്ലെങ്കിൽ ഈ ഇൻസൈറ്റ്സും അനലിറ്റിക്സും ഒക്കെ ഉണ്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊരു ക്രിയേറ്റർ ആണ്, നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പോവുകയാണെങ്കിൽ, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് വേണം എന്നുള്ള ആളാണ്, നമ്മുടെ അക്കൗണ്ട് ഇപ്പം തന്നെ ഒന്നുമല്ലെങ്കിൽ ഒരു ബിസിനസ് അക്കൗണ്ട് ആക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ അക്കൗണ്ട് ആക്കി വെക്കുക. അത് നമുക്ക് നമ്മുടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ പ്രൊഫഷണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് ബിസിനസ് ഓർ ക്രിയേറ്റർ എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളും നിങ്ങൾ ഈ 30 ദിവസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ ഇതേപോലെ തന്നെ കുറച്ച് പോയിന്റുകൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ വീഡിയോൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.